നമസ്കാരം. നമ്മുടെ ജീവിതത്തിലും നാം ചെയ്യുന്ന തൊഴിലിലും അചഞ്ചലമായ വിശ്വാസ്യത എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം മറ്റുള്ളവർക്ക് അയാളോടുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം എങ്ങനെ നേടിയെടുക്കാം എന്നും അത് എങ്ങനെ നിലനിർത്താം എന്നും നമുക്ക് നോക്കാം. വിശ്വാസ്യതയുടെ അടിസ്ഥാനം 4 പ്രധാന കാര്യങ്ങളാണ്. ആദ്യത്തേത് വാക്കുപാലിക്കൽ. നാം ഒരാൾക്ക് എന്ത് ഉറപ്പ് നൽകിയോ അത് കൃത്യമായി പാലിക്കുക. രണ്ടാമത്തേത് സഹാനുഭൂതി. മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരോട് പെരുമാറുക. മൂന്നാമത്തേത് സത്യസന്ധത. കപടതയില്ലാതെ എപ്പോഴും സുതാര്യമായിരിക്കുക. നാലാമത്തേത് ഉത്തരവാദിത്തം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഗുണദോഷങ്ങളുടെ ഉത്തരവാദിത്തം മറ്റാരിലും അടിച്ചേൽപ്പിക്കാതെ സ്വയം ഏറ്റെടുക്കുക. ഏതൊരു വലിയ സംരംഭവും വിജയിക്കണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അമിതമായ ക്ഷമ ആവശ്യമാണ്. പലപ്പോഴും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ പതറിപ്പോകാതെ ലക്ഷ്യത്തിൽ ഉറച്ചുനിൽക്കുക എന്നതാണ് പ്രധാനം. വിജയത്തിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങൾ സ്വാഭാവികമാണ്, എന്നാൽ ആ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. നമ്മുടെ ഇടപാടുകളിൽ എപ്പോഴും കൃത്യതയും വ്യക്തതയും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് മറച്ചുവെക്കാതെ തുറന്നു സമ്മതിക്കാനുള്ള ആർജവം കാണിക്കണം. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നത് നമ്മുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. നിയമപരമായ വഴികളിലൂടെയും ധാർമ്മികമായ മൂല്യങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ലക്ഷ്യത്തിലെത്താൻ അല്പം താമസം നേരിട്ടേക്കാം. എങ്കിലും ആ വഴിയിലൂടെ ലഭിക്കുന്ന വിജയം ശാശ്വതമായിരിക്കും. ഒരു സംരംഭത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉദ്ദേശിച്ചുള്ളതാകാം. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രസക്തി. നേതൃത്വത്തെ വിശ്വസിക്കുകയും ക്ഷമയോടെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നത് വലിയൊരു ഗുണമാണ്. നിശബ്ദമായി ജോലി ചെയ്യുകയും ഫലം കൊണ്ട് മറുപടി നൽകുകയും ചെയ്യുന്ന രീതിയാണ് നാം സ്വീകരിക്കേണ്ടത്. ചുരുക്കത്തിൽ, അചഞ്ചലമായ വിശ്വാസ്യത എന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നല്ല. അത് നമ്മുടെ നിരന്തരമായ പരിശ്രമത്തിലൂടെയും സത്യസന്ധമായ പെരുമാറ്റത്തിലൂടെയും നേടിയെടുക്കേണ്ടതാണ്. മൂല്യങ്ങളിൽ ഉറച്ചുനിൽക്കുന്നവർക്ക് മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ വിജയിക്കാൻ സാധിക്കൂ. നന്ദി.